ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഓണം കൺസെപ്റ്റ് ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. ഞാൻ ഫാഷൻ ഷോ അങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഞാനൊരു മോഡലായിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. എനിക്ക് കുറേ കഴിഞ്ഞാലും കാണാമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പോൾ എൻ്റെത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. ബാക്കി എല്ലാവരും മേക്കപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മളൊരു 5 പേരുണ്ടായിരുന്നു കേട്ടോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയിട്ട് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നാണെങ്കിൽ എവിടെയെങ്കിലും പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്കാണെങ്കിൽ വിശപ്പും ഉണ്ടാവില്ല, ഒന്നും കഴിക്കാൻ തോന്നില്ല. എങ്ങനെയെങ്കിലും അതിവിടെ എത്തിയാൽ മതി, അത് തീർന്നാൽ മതി എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താവും എന്നുള്ള നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? പക്ഷേ എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്കൊരു വർക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അന്നത്തെ ദിവസം ഉറക്കം കിട്ടാറില്ല. ഇപ്പോൾ ഒരു 4 മണിക്ക് ഉള്ള വർക്കാണ്, 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കിടന്നാലും എത്ര തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നാലും എനിക്ക് ഉറക്കം കിട്ടാറില്ല. അങ്ങനെ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇതാ എൻ്റെ മേക്കപ്പല്ല, ഇനി ഹെയർ ചെയ്യാനുണ്ട്. ഹെയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. എൻ്റെ ഹെയർ ആണെങ്കിൽ ഭയങ്കര ഫ്രിസി ഹെയറാണ് കേട്ടോ. അപ്പോൾ ഹെയർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ഇതാകും, എന്താ പറയുക, കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കാവുക പറയില്ലേ, അങ്ങനെ ആയി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരേപോലത്തെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നുണ്ടല്ലോ, ഞാൻ ഇതുവരെ സെൻറ്റർ പാർട്ടീഷൻ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കത് എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അയ്യോ വൃത്തികേടായിരിക്കുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് കേട്ടോ. പക്ഷെ എടുത്തിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടിട്ട്. അതന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവ് പോലെ. അങ്ങനെ നമ്മുടെ എല്ലാവരുടെ മേക്കപ്പും കഴിഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കാണ് തീർന്നത്. ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതൊരു കളരിയാണ്. ഇവിടെയാണ് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ച് ഡിലേ ആയിപ്പോയി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോരുത്തർ സിംഗിൾസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഗ്രൂപ്പായിട്ടും ഒക്കെ എടുക്കാനുണ്ട് ഇനി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഓരോരുത്തർ അവിടെ ഇങ്ങനെ തകൃതിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലൊക്കെ നിൽക്കുന്നത് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസാണ്. ഇതൊക്കെ ഡിസൈൻ ചെയ്ത കുട്ടികളാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അവരുടെ എഫേർട്ട് അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യലാണ്. ഇത് തലയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്പ്രേയും എന്തോ ജെല്ലൊക്കെ തേച്ചത് കൊണ്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ബസ് കയറിയത് കേട്ടോ. എനിക്ക് കാലിക്കറ്റിലേക്ക് എത്തണമായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള ബസ് ഞാൻ കയറി. ബാക്കിയുള്ളവരൊക്കെ ഓരോ വഴിക്ക് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമുള്ള ഒരു ഷൂട്ടായിരുന്നു ഇത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അപ്പോൾ റിസൾട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതൊക്കെയാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ സിംഗിൾസൊക്കെ എനിക്ക് ഗ്രൂപ്പായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പിക്കാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.